ഉടമ്പടി അതിൻ്റെ അനേകം പുതിയ പുതിയ ദൈവാനുഭവങ്ങളിലൂടെ മനുഷ്യർ ജനതയെ ആഘോഷിച്ച് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് അനുദിന സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ സാക്ഷ്യങ്ങൾ ഓരോ വ്യക്തിയുടെ കപ്പാസിറ്റി അനുസരിച്ചാണ് സാക്ഷ്യങ്ങളുടെ സാധ്യത വെളിവാകുന്നത്. ഇപ്പം ഞങ്ങളെ പോലെയുള്ള സ്പിരിച്വൽ മെക്കാനിസ്റ്റുകൾ എപ്പോഴും ചെയ്യണത് വ്യക്തിയുടെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനുള്ള ഫോർമുല, സുവിശേഷ സൂത്രവാക്യങ്ങൾ കണ്ടെത്തിക്കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ആഴ്ചകളിലും അതിൻ്റെ ടിപ്സ് പറഞ്ഞു തരും. കൂടുതൽ ബുദ്ധിയുള്ളവരും ആധ്യാത്മികമായ ചൈതന്യമുള്ളവർ അതെല്ലാം ആപ്ലിക്കേറ്റ് ചെയ്യും. അല്ലാത്തവർ അതിൻ്റെ ഓപ്പറേഷൻ ലെവൽ മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ. രണ്ട് തരത്തിലാണ് മനുഷ്യർ ആധ്യാത്മികതയെ കാണുന്നത്. ചിലർ ഓപ്പറേറ്റ്, ഇപ്പോൾ ചില നമ്മൾ വീടുകളിലൊക്കെ നമ്മൾ നാട്ടുപുറങ്ങളിലൊക്കെ ഈ പൊടിമില്ലുകളൊക്കെ ഇല്ലേ, അല്ലെങ്കിൽ മില്ലുകൾ, തടി അറുക്കുന്ന മില്ലുകൾ. അപ്പോൾ അതിൻ്റെ മെക്കാനിക്കൽ ആയുള്ള കാര്യങ്ങൾ ചിലപ്പോഴും അയാൾക്ക് അറിയത്തില്ലായിരിക്കും. അയാളെ സ്വിച്ച് ഓൺ ചെയ്യാനേ അറിയത്തുള്ളൂ. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ മോട്ടർ ഓൺ ചെയ്തിട്ട് ഗോതമ്പ് അരി ഇടുകയാണെങ്കിൽ അത് പൊടിച്ച് കിട്ടും. സിമ്പിൾ മെക്കാനിസം. ചില ആൾക്കാർക്ക് അതിൻ്റെ മെഷീൻ മെക്കാനിസം അറിയാം. ഇങ്ങനെ മെഷീൻ നിന്ന് പോയാൽ അവരതിനെ അഴിച്ച് പണിയും. ഉടമ്പടിയിലും ഈ രണ്ട് തരം ആൾക്കാരുണ്ട്. ചിലരിങ്ങനെ ഓപ്പറേറ്റർമാർ മാത്രമേ ഉണ്ട്. അവരിവിടുന്ന് പോകുന്നു, നീലത്തിരി കത്തിക്കുന്നു, പച്ചത്തിരി കത്തിക്കുന്നു, പ്രത്യക്ഷങ്ങൾ പ്രാർത്ഥന ചെല്ലുന്നു, ഓപ്പറേറ്റ് ചെയ്യുക മാത്രം ചെയ്യും. പത്തം കൊടുക്കാൻ പറഞ്ഞ് കൊടുക്കുന്നു. അപ്പോൾ ഉടമ്പടിക്ക് എന്തെങ്കിലും ഒരു കൂടുതൽ ഫലം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിങ്ങനെ റീമോഡുലേറ്റ് ചെയ്യണമെന്നുള്ള മെക്കാനിസം അവർക്കറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും വരുന്നൊരു വിഷയം, ഇത്തിരി ബോധമുള്ളവരായിരിക്കണേ ഉടമ്പടി എടുക്കേണ്ടതെന്നുള്ളതാണ് ഇന്ന് വരെ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഭവജ്ഞാനം. ബോധമില്ലാത്തവർ ഉടമ്പടി എടുക്കുന്നത്, ബോധമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഒരു വിഷയം നമ്മൾ ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകണം. നമ്മൾ ദൈവമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്, അല്ലേ? കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യണത് ആരുമായിട്ടാണ്? പരിശുദ്ധ അമ്മയുമായിട്ടല്ല നമ്മൾ ഉടമ്പടി ചെയ്യണത്. ആരുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്? ഈശോയുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. പരിശുദ്ധ അമ്മ അതിൻ്റെ ഒരു സാക്ഷിയും മധ്യസ്ഥയുമാണ്. സാക്ഷിയുമാണ്, അതേസമയം തന്നെ മാധ്യസ്ഥയുമാണ്. സാക്ഷിയും മാധ്യസ്ഥയും മാത്രമല്ല, പിന്നെ ആരാണ്? പരിശുദ്ധ അമ്മ ഉടമ്പടിയുടെ ഒരു മാതൃകയുമാണ്. പക്ഷേ ഉടമ്പടിക്കാണ് പരിശുദ്ധ അമ്മ ഏറ്റവും ടോപ്പ് മോഡലും അതുപോലെ തന്നെ ഏറ്റവും വലിയ മാധ്യസ്ഥ്യമാകുന്നത്. ഉടമ്പടിയുടെ എല്ലാ മേഖലകളിലും നമ്മൾ മദറിനെയാണ് ഒരു മോഡലായിട്ട് അവലംബിക്കുന്നത്. പക്ഷെ മദറിനൊരു പ്രശ്നമുണ്ട്. നമ്മളും തമ്മിൽ ചെറിയൊരു പ്രോബ്ലമുണ്ട് മദറുമായിട്ട്. മദറിന് തെറ്റുകൾ സംഭവിക്കാത്ത കാരണം നമ്മളും മദറും തമ്മിലൊരു വ്യത്യാസം അതാണ്. മദറിന് ചില കാര്യങ്ങൾ, മദറിന് തെറ്റ് സംഭവിക്കാത്ത കാരണം തിരുത്തേണ്ടി വരുന്നില്ല. നമ്മൾക്ക് തെറ്റ് സംഭവിക്കുന്ന കാരണം തിരുത്തേണ്ടി വരുന്നു. ആ ഒരു വിഷയമുണ്ട്. എനിക്ക് ഇത്രയും നാളായിട്ട് മനസ്സിലായത് അതാണ്. മദറിനെ മോഡലാക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആധ്യാത്മികമായ ഒരു ചെറിയ ശ്രദ്ധ വേണ്ടത്, മദറിന് തെറ്റ് സംഭവിക്കത്തില്ല, അതുകൊണ്ട് അവർക്ക് അമ്മയ്ക്ക് തിരുത്തേണ്ടി വരുന്നില്ല. നമ്മൾക്ക് തെറ്റ് സംഭവിക്കുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ തിരുത്തേണ്ടി വരുന്നു. ഉടമ്പടി തിരുത്തേണ്ടി വരുന്ന ഒരു വിഷയം ഇന്നലെ മുതൽ തന്നെ പുതിയ സന്ദേശങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. കാര്യം ആഗമന കാലവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ സന്ദേശങ്ങൾ വരാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചിട്ട് ഞാൻ ഇന്നലെ കുർബാനയ്ക്ക് കിട്ടിയ സന്ദേശങ്ങളെല്ലാം എൻ്റെ നോട്ട് ബുക്കിൽ കൊണ്ട് ഞാൻ എഴുതി 1.5 പേജോളം ഉണ്ട്. ഇന്നലെ തൊട്ട് സന്ദേശം വരാൻ തുടങ്ങി ആഗമനകാലത്തിൻ്റെ. ഉടമ്പടിയിൽ എന്തെങ്കിലും ഇപ്പം മദറിനെ സംബന്ധിച്ചിടത്തോളം മദറിനെ ഒരു മോഡലാക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾക്ക് മദർ നമുക്ക് മോഡലാകാൻ പറ്റത്തില്ല. അതിന് കാരണം എന്താണ്? മദർ ഉടമ്പടിയിൽ ഒരിക്കലും തെറ്റ് ചെയ്യുന്നില്ല, തെറ്റ് വരത്തില്ല അവർക്ക് ജീവിതത്തിൽ. അതുകൊണ്ട് അവർക്ക് തിരുത്തേണ്ടി വരത്തില്ല. നമുക്കങ്ങനെയല്ല. നമുക്ക് ഉടമ്പടി ചിലപ്പോൾ തെറ്റ് വരും, ചിന്താക്കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ മുന്നോട്ടടിക്കുമോ, ശരിയാകുമോ ശരിയാകത്തില്ലയോ. ചില ആരും വിചാരിക്കും ഞാൻ ഉടമ്പടി ഉഴപ്പിപ്പോയില്ല, ഇനി ദൈവം എന്നെ അനുഗ്രഹിക്കുമോ.
അപ്പോഴുള്ള അനുഗ്രഹത്തിലുള്ള കോൺഫിഡൻസ് ഉടമ്പടി ചിലർ ഉഴപ്പി കഴിയുമ്പോൾ പിന്നെ കുഴപ്പത്തിൽ നെഗറ്റീവ് അടിക്കും അവർ. എന്താ കാര്യം? ഉടമ്പടി അവർ ഉഴപ്പിയെന്ന് അവർക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അവർ എന്നാൽ ഇനിയിപ്പോൾ ഉഴപ്പിപ്പോയില്ല, ഇനിയിപ്പോൾ അനുഗ്രഹം കിട്ടത്തില്ലായിരിക്കും, അതുകൊണ്ട് പിന്നെ അവർ ഉഴപ്പും, പിന്നെ അവർ അത് അലംഭാവം കാണിക്കും. ചിലരതിന് അവർക്ക് മുൻകാല അനുഭവങ്ങളുള്ള കാരണം അവർ കാര്യമില്ല, എൻ്റെ കർത്താവിനോട് ക്ഷമിക്കും, ഞാനിനി അത് ആവർത്തിക്കത്തില്ല എന്ന് പറഞ്ഞ് സെൽഫ് എടുക്കുക. അവർ തന്നെ എടുത്ത് റിപ്പയർ ചെയ്തിട്ട് അവർ മുന്നോട്ട് പോകാതെ. ചില ആൾക്കാർ അവിടെ കിടന്നിട്ട് തെറ്റ് സംഭവിച്ചാൽ അവിടെ തന്നെ കിടക്കും, പിന്നെയും തെറ്റ് സംഭവിക്കും, പിന്നെ ഉടമ്പടിയിൽ നിന്ന് കുറഞ്ഞ് വരും. പല മനുഷ്യരാണ്. ഇപ്പോൾ എനിക്ക് ഇന്നലെ മെസ്സേജ് വന്നിരിക്കുന്നത് ഉടമ്പടി പശ്ചാത്താപവും നമ്മുടെ പശ്ചാത്താപവും തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ആൾക്കാർ കുമ്പസാരിക്കുകയും കാത്തലിക്സ് കുമ്പസാരിക്കുകയും വൈദികൻ കൽപ്പിച്ച് നൽകുന്ന പ്രായശ്ചിത്തങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുമല്ലോ. പലപ്പോഴും വൈദികൻ കൽപ്പിച്ച് നൽകുന്നത് കാലികമായ ശിക്ഷ എന്നുള്ള ഇളവിന് വേണ്ടി നമുക്കൊരു പ്രാർത്ഥനയായിരിക്കും പറഞ്ഞു തരണത്. പക്ഷേ ഉടമ്പടിയിലുള്ളൊരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടിയിൽ ഒരു പ്രായശ്ചിത്തം പ്രാർത്ഥന കൊണ്ട് ശരിയാകത്തില്ല. അതാണ് ഇന്നലെ മുതൽ ഈശോ പറയാൻ തുടങ്ങിയത്. ഉടമ്പടി എടുത്തവർ കുമ്പസാരിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ കത്തോലിക്കരല്ല എന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് അല്ലെന്ന് തന്നെ വിചാരിച്ചു, അപ്പോൾ അവർ നിങ്ങൾക്ക് ഉടമ്പടി തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് ഒരു സോറി പറഞ്ഞത് കൊണ്ടോ അതിന് പകരം ഒരു പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടോ ടാലിയാകത്തില്ല. എന്താ കാര്യം? ഉടമ്പടി വന്നിരിക്കുന്ന പശ്ചാത്താപം വന്നിരിക്കുന്ന എവിടെ? ഉടമ്പടി വന്നിരിക്കുന്ന തെറ്റെവിടെ വരണത്? ഉടമ്പടി ശരി എന്താണെന്ന് നോക്കിയിട്ടില്ല എൻ്റെ തെറ്റ് മനസ്സിലാകണത്. ഉടമ്പടിയുടെ ശരി എന്താണ്? അവൻ പറയണത് പോലെ ചെയ്യുകയാണ്, അവൻ പറയണത് പോലെ ചെയ്യുന്നതാണ് അതിൻ്റെ ശരി. അതിൻ്റെ തെറ്റെന്താ? അവൻ പറയണത് പോലെ ചെയ്യാത്തതാണ് തെറ്റ്. പിന്നെ അതിൻ്റെ പ്രായശ്ചിത്തം എന്താ? എന്തെങ്കിലും പ്രാർത്ഥന ചെല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ കൃപാസനത്തിൽ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞാലും നാട്ടിൽ കുമ്പസാരിച്ചു എന്ന് പറഞ്ഞാലും എൻ്റെ മുഖത്ത് ഒരു തെളിച്ചമൊന്നും ഉണ്ടാകത്തില്ല. എന്താ കാര്യം? അത് ഉടമ്പടിയിലാണ് അവർക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി തിരുത്തേണ്ടത് എങ്ങനെയാണ്? ഉടമ്പടി ബേസിലാണ് തിരുത്തേണ്ടത്, അല്ലാതെ മൂന്ന് സ്വർഗസ്ഥനായ നിറഞ്ഞ എല്ലാം തിരുത്തേണ്ടത്. അവൻ പറയണ പോലെ ചെയ്യാത്തതല്ലേ നിങ്ങളുടെ തെറ്റ്. ചെയ്തോളാമെന്നല്ലേ നിങ്ങൾ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഈശോനോട് പറഞ്ഞിരിക്കുന്നത് അല്ലേ? പിന്നെ ഇപ്പോൾ പ്രായശ്ചിത്തം എന്താ? ആ ചെയ്ത കാര്യങ്ങളെ, ചെയ്യാതിരുന്ന കാര്യങ്ങളെ 3 വട്ടം ചെയ്യണം. അതാണ് പ്രശ്നം. ഉടമ്പടിയുടെ വിഷയം അതാണ്. ചെയ്യാതിരുന്ന കാര്യങ്ങളെ 3 വട്ടം ചെയ്യേണ്ടി വരും. അല്ലാതെ അത് നിങ്ങൾ ചൊല്ലി പ്രായശ്ചിത്തം മേടിക്കാൻ പറ്റത്തില്ല. എന്താണ് ചെയ്യാതിരുന്നത്? ഇപ്പോൾ ആരെങ്കിലും ഉടമ്പടി വീണ് പോയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അനാഥാലയത്തിൽ പോയില്ല, അപ്പോൾ ഇനി ഒരു രോഗിയെ കാണുന്നതിന് പകരം 3 രോഗിയെ കാണേണ്ടി വരും സൽപ്രവർത്തികളിൽ. അതുപോലെ തന്നെയാണ് നമ്മൾ മനുഷ്യന്മാർക്ക് നന്മ ചെയ്യുന്ന വിഷയങ്ങൾ ഓരോന്നെടുക്കുമ്പോൾ ചെയ്യാതിരുന്നതിന് ഇരട്ടി ചെയ്യേണ്ടി വരും. അപ്പോഴങ്ങനെ അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്ന് പറയുന്നതിൻ്റെ അകത്ത് വരുന്ന പ്രായശ്ചിത്തങ്ങൾ ചെയ്ത് തന്നെ, അതിൻ്റെ 3 ഇരട്ടി ചെയ്തു തന്നെയാണ് ആ റെക്ടിഫിക്കേഷൻ സംഭവിക്കേണ്ടത്. പ്രാർത്ഥിക്കുക. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ ഉടമ്പടിയിൽ ഞങ്ങള് പ്രത്യേക സാഹചര്യത്താല് വീണ് പോയിട്ടുണ്ടെങ്കിൽ ആ വീണുപോയ പ്രവർത്തന മേഖലകളെ കുറിച്ച് പശ്ചാത്താപിച്ചുകൊണ്ട് 3 ഇരട്ടി ദൈവസ്നേഹത്തോടെ ആ പ്രവൃത്തികളെ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ട് ഉടമ്പടിയിലെ ഞങ്ങൾ നിരപ്പായി കൊള്ളാമെന്ന് ഈശോയുടെ തിരുസന്നിധിയിൽ പ്രതിജ്ഞ ചെയ്യുന്നു. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നല്ല ദൈവസ്നേഹമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു പാട്ട് കേട്ട് 4 പേര് പാടുമ്പോൾ തന്നെ നിങ്ങൾ ഹീലാവും. പ്രാർത്ഥനയുടെ ഒരു വിഷയം നിങ്ങളെപ്പോഴും, എൻ്റെ മക്കളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ഈ അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒക്കെ മേഖലകളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളത് സാങ്കേതികമായിട്ട് എടുക്കരുത്. നമ്മൾ എക്സർസൈസ് ചെയ്ത് സ്കൂളിലെ നമ്മൾ ഒരു കേട്ടെടുത്ത പരീക്ഷ, അപ്പോൾ കേട്ടെടുത്ത പരീക്ഷയ്ക്ക് നമ്മൾ ഓറൽ എക്സാം, അതിനാണ് പണ്ടത്തെ. ഇപ്പം നിങ്ങൾ ഓറൽ എക്സാം എന്നല്ലേ പറയണത്, പണ്ടത്തെ കേട്ടെടുത്താണ് സാധനം. അപ്പോൾ നിങ്ങൾ കേട്ടെടുത്ത പരീക്ഷ നിങ്ങൾ തോറ്റെന്ന് വിചാരിച്ചോ. അപ്പോൾ എന്താ പിന്നെ വരാൻ പോകണം? നമുക്ക് ഇമ്പോസിഷൻ വരും അല്ലേ? പണ്ടത്തെ ഇമ്പോസിഷൻ ഇപ്പോഴുണ്ടായി.
ഇമ്പോസിഷൻ വരുമ്പോൾ എന്താണ്? നിങ്ങൾ 100 പ്രാവശ്യം എഴുതാൻ പറയും ആ ആൻസർ. 3 പ്രാവശ്യമല്ല, ഇമ്പോസിഷൻ 100 പ്രാവശ്യം എഴുതി 50 പ്രാവശ്യം എഴുതാൻ പറയും. ഇപ്പം നേരത്തെ അച്ഛൻ എന്താ നിങ്ങളോട് പറഞ്ഞത്? ഉടമ്പടിയിലൊരു സംഭവം വീണു പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രായശ്ചിത്തമായിട്ട് അത് 3 പ്രാവശ്യം നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞില്ലേ? ഇപ്പം ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ട് അവിടെ. നമ്മൾ ഈ ഇമ്പോസിഷൻ ചെയ്യണ പോലെ അതൊരു പ്രായശ്ചിത്തമായിട്ട് വരണത് സ്കൂളിലെ ഇമ്പോസിഷൻ പോലെ വരരുത്. മനസ്സിലായില്ലേ? ഇപ്പം നിങ്ങൾ പത്രം കൊടുത്തില്ല എന്നാൽ ഞാൻ 3 കെട്ട് പത്രം മേടിച്ച് 30 പേർക്ക് കൊടുത്തോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോസിഷൻ എടുക്കണ പോലെ വരരുത്. ഉടമ്പടി ഇമ്പോസിഷൻ അല്ലത്. അതായത് ഇപ്പം ഞാൻ നിങ്ങളോട് എന്താ പറഞ്ഞത്? എൻ്റെ മക്കളെ, ഈ ഒരു പാട്ട് ജയഷ്പദർ ഒന്നിട്ട് പഠിക്കാതെ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഇത് ഓരോരുത്തർ പറയുമ്പോൾ ഓരോ മീറ്ററിലാണ് പാടുന്നത്. ഓരോരുത്തർ പാടുമ്പോൾ ഓരോ അളവിലാണ് പാടുന്നത്. എന്നുവെച്ചാൽ സംഗീതത്തിൻ്റെ അളവല്ല, ദൈവസ്നേഹത്തിൻ്റെ അളവ് വ്യത്യാസം. അതാണ് വിഷയം. പ്രാർത്ഥനയും അങ്ങനെ തന്നെയാണ് വരണത്. ഇപ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ മീറ്ററിലല്ലായിരിക്കും അടുത്ത ആൾ പ്രാർത്ഥിക്കുന്ന. വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉടമ്പടി വരുമ്പോൾ നമുക്ക് എപ്പോഴും വിഷയമുണ്ട് ഗ്യാരണ്ടീഡ്. എന്താണ് ഉടമ്പടിയുടെ ഫസ്റ്റ് ഗ്യാരണ്ടി? എന്താണ്? ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. അതാണ് ഫസ്റ്റ് ഗ്യാരണ്ടി. ഇനി നീ ഒറ്റക്കല്ലെന്നാണ് പറയണത് ഉടമ്പടി, അല്ലേ? ഉടമ്പടിയുടെ ഫസ്റ്റ് ഗ്യാരണ്ടി എന്താണ്? ഐ വിൽ കം വിത്ത് യു. നീ എന്നോട് ഉടമ്പടിയാണ്. ഇനി എന്താണ്? ഇനി എൻ്റെ ദൈവത്തിൻ്റെ ഐ വിൽ കം വിത്ത് യു വെയർ എവർ യു ഗോ. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഇണയായി തുണയായി ഞാൻ ഉണ്ടാകും. അതായത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കണമെങ്കിൽ നമ്മൾ ഞെട്ടിപ്പോകും. ഇപ്പം ഞാൻ തന്നെ ഈ രാവിലെ ഇങ്ങോട്ട് എൻ്റെ മുറിയിൽ മിക്കവാറും തന്നെ ഞാൻ ഈശോയുമായിട്ട് പലപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും. പല കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും, എവരിത്തിങ്, നിസ്സാര മൈന്യൂട്ട് കാര്യങ്ങൾ പോലും ഞാൻ പോകുന്ന വഴികളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളെയും തിരിച്ചു വരുമ്പോഴും അവരെക്കുറിച്ചുള്ള റെഫറൻസും എനിക്ക് തോന്നിയതൊക്കെ ഞാൻ ഈശോയോട് പറയും. അപ്പോൾ അത് എന്തായാലും ഒരു ഇൻട്രാക്ഷനാണത്. നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി ജീവിതമാണ്. അപ്പം നമ്മുടെ മുറികളിലെല്ലാം ഈശോ ഉണ്ടാവും. എപ്പോഴും ഈശോയും അമ്മയും ഉണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ബോധം നമുക്കുണ്ടാകണം. ഉടമ്പടി പ്രകാരം ദൈവം ഈശോ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നീ പോകുന്നിടത്തെല്ലാം എന്നാണ് പറഞ്ഞത്. മനസ്സിലായില്ലേ? നീ പോകുന്നിടത്തെല്ലാം ഭയങ്കര വാക്കാണതേ. നീ പോകുന്നിടത്തെല്ലാം എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെ ആർക്കും ഗ്യാരണ്ടി ചെയ്യാം? നമ്മുടെ മക്കളോ ഭർത്താവോ ഭാര്യയോ, നോബഡി ക്യാൻ ഗ്യാരണ്ടി. ദൈവത്തിന് മാത്രമേ അങ്ങനെ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തുള്ളൂ. വെള്ളത്തിനടിയിൽ പോയാലും അവിടെ ഉണ്ടാകും ദൈവം. അത് നമ്മുടെ ഉടമ്പടിയിലൂടെ, ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ബോധം ഉണ്ടാകണം. ഇനി ഞാൻ ഒറ്റക്കല്ല, കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈശോ എപ്പോഴും അപ്പോസ്തലന്മാരോട് പറയുന്ന വാക്കാണ്. എന്താണ്? ഫിയർ നോട്ട്. ഈശോ പറഞ്ഞത് തന്നെയല്ല. അമ്മയുടെ അടുത്ത് ആദ്യം വന്ന് മാലാഖ പറഞ്ഞ എന്താണ്? ഫിയർ നോട്ട്, മറിയമേ ഭയപ്പെടേണ്ട, അല്ലേ? ഭയപ്പെടേണ്ട. ഉടമ്പടിയുടെ ആദ്യത്തെ വാക്കതാണ്. നമ്മൾ ദൈവമായിട്ട് ഉടമ്പടിയിലായിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആദ്യത്തെ ഇൻസെൻറ്റീവ് എന്താണ്? ഫിയർ നോട്ട്. എന്നാണ്? ഭയപ്പെടേണ്ടതെന്ന്. നീ ജോലിയെക്കുറിച്ച് ഭയപ്പെടേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിലേ രസമുണ്ട്. ഇമ്മാനുവൽ എഫ് എന്നും പറഞ്ഞൊരു മകൻ സാക്ഷ്യം പറഞ്ഞു. ഇമ്മാനുവൽ എഫ് 3 കൊല്ലമായിട്ട് നിരീശ്വരവാദിയായിട്ട് ജീവിക്കുന്ന ആളാണ്. നിരീശ്വരവാദികൾക്കുണ്ടാകുന്ന ചെറിയൊരു പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവർ ഈ നിരീശ്വരവാദത്തിലേക്ക് വന്ന് ഈ രോഗം അവർ പടർത്താൻ നോക്കും. ഈ കൊതുകിനെ പോലെയുള്ള പരിപാടിയാണ്. അവർക്കുണ്ടാകുന്ന ചിക്കൻ ഗുനിയ മറ്റുള്ളവരെയും പോയി കുത്തുവെച്ച് നിരീശ്വരവാദം അവർ പടർത്തിക്കൊണ്ടേയിരിക്കും. ഇത് കാരണം വരാൻ പോകുന്ന പ്രശ്നം, ഇവർ ഈശ്വരവിശ്വാസത്തിലേക്ക് തിരിച്ചു വരുന്നു കഴിഞ്ഞാൽ ഇവർക്ക് പിന്നീട് ഉണ്ടാകുന്ന ഇവർ വർക്ക് എത്ര ചെയ്താലും ബാക്കി എല്ലാ വർക്കുകളും നമുക്ക് പശ്ചാത്താപം വന്നു കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റും. ഈ നിരീശ്വരവാദികൾ ഏതെങ്കിലും പൂർവികരുടെ ദൈവാനുഗ്രഹം, അമ്മയുടെ അപ്പനമ്മമാരുടെ പ്രാർത്ഥന കൊണ്ട് അവർ പിന്തിരിഞ്ഞ് വന്ന് സത്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ, സത്യം മനസ്സിലാക്കിയത് കൊണ്ട് മാത്രം ആയില്ല, ഇതിനുള്ള പ്രശ്നം എപ്പോഴും ഇതിൻ്റെ പ്രായശ്ചിത്തം ചെയ്തുകൊണ്ടിരിക്കണം. റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ബൈബിളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് പ്രായശ്ചിത്തം. നമ്മൾ തെറ്റ് ചെയ്ത സോറി പറഞ്ഞ ഈ സംഭവം സോറി പറയാം നമുക്ക്. അതുകൊണ്ട് ഇപ്പോൾ ഒരു കറണ്ടിൻ്റെ കമ്പി പൊട്ടിപ്പോയി, അത് നമുക്ക് കെട്ടിവെക്കാം. പക്ഷെ കറണ്ട് പാസ് ചെയ്യണത് വേറെ വിഷയമാണ്. കെട്ടിയത് കൊണ്ട് കറണ്ട് പാസ് ചെയ്യേണ്ട കാര്യമില്ല. കറണ്ട് പാസ് ചെയ്യണമെങ്കിൽ ചാർജ് ചെയ്യണം. പറഞ്ഞ് മനസ്സിലാകുന്നുണ്ടോ? ഒരു കറണ്ട് കമ്പി പൊട്ടിപ്പോയാൽ സ്വഭാവം ലൈൻമാന് വന്നത്
കെട്ടിവെക്കാം. കെട്ടിവെച്ചത് കൊണ്ട് കറണ്ട് പാസ് ചെയ്യണം നിർബന്ധമില്ല. കറണ്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാർജ് ചെയ്യണം. ഇതുപോലുള്ള പ്രശ്നമാണ് ഈ പശ്ചാത്താപം. ഇപ്പോൾ ദൈവത്തോട് നമുക്ക് സോറി പറയാം. സോറി പറഞ്ഞാൽ പൊട്ടിപ്പോയ കമ്പി കെട്ടിവെച്ചതുപോലെ ഉള്ളൂ. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദൈവത്തിലെ പരിശുദ്ധാത്മാവ് പിന്നെ പ്രവർത്തിക്കണ്ടേ? അതിനെന്ത് ചെയ്യണം? ആ പശ്ചാത്താപം നമ്മൾ പ്രവൃത്തിയിൽ കാണിക്കേണ്ടി വരും. അപ്പം നിങ്ങൾ ഈ പശ്ചാത്താപത്തിൻ്റെ പ്രോബ്ലം ഇപ്പം മനുഷ്യന്മാർ തമ്മിലുള്ള എല്ലാ വിഷയങ്ങൾക്കും സോറി കേട്ട എൻ്റെ അപ്പുറത്തൊരു അവസ്ഥയിൽ കള്ളുകുടിയന്മാർ വന്ന് നമ്മളെ തന്തയ്ക്ക് വിളിച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ പള്ളിയിലൊക്കെ ഇരിക്കുമ്പോൾ എന്തെല്ലാം അവർ സന്ധ്യയ്ക്ക് വന്ന് തെറിയൊക്കെ വിളിക്കും. ആ തന്തക്കും തള്ളക്കും ഒക്കെ വിളിച്ചിട്ട് പോകും. ഞാൻ ചിരിച്ചോണ്ട് അവിടെ ഇരിക്കുള്ളൂ, പ്രശ്നമൊന്നുമില്ല. കാര്യം ഇതൊക്കെ നമുക്ക് പ്രതിഷ്ഠയല്ല നമ്മൾ ചില ഇടവകയിലൊക്കെ വരണത്. നല്ല നന്മയുള്ള ഒത്തിരി വിശുദ്ധന്മാരായ മനുഷ്യരുണ്ടാകും, ഇതുപോലെ കുറേ ആൾക്കാരും ഉണ്ടാകും. അവരൊക്കെ വേണം, അത് വ്യത്യാസമാണ് അവരൊക്കെ. പക്ഷെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നാളെ ബോധം അവരെ കള്ളടങ്ങുമ്പോൾ അവരൊന്ന് സോറി പറയും. പക്ഷെ സോറി പറഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാർക്ക് തമ്മിൽ പ്രശ്നമില്ല, പക്ഷെ ദൈവത്തിന് സോറി കൊണ്ട് പറ്റത്തില്ല. സോറി പറഞ്ഞാൽ പറയും ആ പൊട്ടിയ കമ്പി കെട്ടിവെച്ചെന്ന് പറയും. ചാർജ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് കയറിപ്പോണ്ട് അതിൽ ചാർജ് ചെയ്യുമെന്ന് പറയണത്. ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളത് പ്രായശ്ചിത്തം ചെയ്യണം. അതിന് വേണ്ടി പ്രായശ്ചിത്തം അതെന്തുമാത്രം ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് തെറ്റുന്ന അതുകൊണ്ടാണ് പശ്ചാത്താപത്തിൻ്റെ കൂടെ പോകുന്ന സംഭവമാണ് പ്രായശ്ചിത്തം. ഇപ്പോൾ ഈ ഇമ്മാനുവൽ എഫ് എന്ന് പറയുന്ന ആൾ പറയണത് ഞാൻ 3 കൊല്ലം നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ബിസിനസ്സും തകർന്ന് എന്നെ നാട്ടിൽ ചെയ്തതും തെറ്റിപ്പോയി. എനിക്ക് ഇവിടുന്ന് കരകയറാനും പറ്റണില്ല. ഞാൻ അങ്ങനെ പെട്ട് നിൽക്കുക. ഞാൻ പെട്ടുപോയപ്പോൾ അമ്മ എന്നെ പറഞ്ഞ് എടാ മോനെ നീ പോയി കൃപാസനത്തിൽ പോകും. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ മനുഷ്യർക്കും കേരളത്തിൽ മൊത്തം മലയാള ഭാഷ അറിയാവുന്നവർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും വന്നാൽ അവരെങ്ങനെ പിടിച്ചു നിന്നാലും അവസാന കൈക്ക് അവർ പറയും കൃപാസനത്തിൽ പോയാന്ന് ചോദിക്കും ആൾക്കാർ. കാരണം ഞാൻ ദിവസം കാണുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരിക്കലും ദൈവമായിട്ട് അടുക്കാത്ത ആൾക്കാരെയാണ് പലപ്പോഴും ഞാൻ കാണുന്നത്. അപ്പോൾ അവർ അങ്ങനെ വരത്തില്ല. പിന്നെ അവർ വന്നെങ്കിൽ ഇവിടെ വന്ന് ദൈവം അവരെ കൊണ്ടുവന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്ക് ഞാനത് സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുക്കും. എന്താ കാര്യത്തിൽ അവർ ഇനിയും പോയാൽ പിന്നെ ഒരിക്കലും ദൈവത്തിന് അവരെ കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയം മാതാവിനോടും ഈശോയോടൊക്കെ മാറിയൊക്കെ പറഞ്ഞിട്ട് ആ വിഷയം ഗ്യാരണ്ടി ചെയ്യും. കാര്യം ഇവൻ രക്ഷപ്പെടണം ഇതുകൊണ്ട്. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടെന്ന് ആ ഒരു വിഷയത്തിൽ നിന്ന് അവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. പിന്നെ കണ്ടിന്യൂസ് ചാർജിങ് എന്ന് പറയണത് നമുക്ക് പറ്റത്തില്ല. എന്താ കാര്യം? അത് അവർ തന്നെ ഒരിക്കൽ ദൈവ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അത് മാറാതെ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയതിനൊക്കെ പരിഹാരം ചെയ്തുകൊണ്ട് ചാർജ് ചെയ്തെടുക്കാൻ നോക്കണം. ചാർജ് ചെയ്തെടുക്കാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഇമ്മാനുവലിനെ സംബന്ധിച്ചോളം ഇമ്മാനുവൽ ഒന്ന് ഉടമ്പടി എടുക്കാൻ ഈ നിരീശ്വരവാദന്മാർക്കുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസമാണ്. കാര്യം അവർ മാക്സിമം ആൾക്കാരോട് തങ്ങളുടെ നിരീശ്വരവാദം പ്രചരിപ്പിച്ച് കാണും, നാട്ടിലും വീട്ടിലുമൊക്കെ ബന്ധുക്കളോടും. അത് കാരണം ഏറ്റവും വലിയ പ്രശ്നം നാട്ടുകാരും വീട്ടുകാരും തന്നെ ആയിരിക്കും. അപ്പോൾ അവർ നിൽക്കണ കാരണം ഇനി ഇവൻ ഈശ്വര വിശ്വാസത്തിലേക്ക് വന്നാലും അവനത് നാട്ടുകാരുടെ മുമ്പിൽ ചളിപ്പുണ്ടാക്കാൻ നിൽക്കത്തില്ല, പറയത്തില്ല. ഈശ്വര വിശ്വാസത്തിലേക്ക് വന്ന കാര്യം പറയത്തില്ല. നാട്ടിൽ കുർബാനക്ക് പോകാതെ വേറെ എവിടെയെങ്കിലുമൊക്കെ കുർബാനക്ക് പോകും. നാട്ടുകാർ ചോദിക്കത്തില്ലേ നീ ഈശ്വരവാദികൾ നടന്നിട്ട് ഇപ്പം ഈശ്വര വിശ്വാസി ആയില്ലേ എന്ന് ചോദിക്കണ കാരണം ആൾക്കാർക്ക് ചൂണ്ട പോലെയാണ്. ചില മീൻ ഉടക്കി കഴിഞ്ഞാൽ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തുകൊണ്ടാണ് അത് രക്ഷപ്പെട്ടു പോകാത്തതിന് ഞാൻ അതിൻ്റെ കുടുക്ക് നിരീശ്വരവാദത്തിനൊരു പ്രശ്നത്തിൽ അത് നമുക്ക് ഒരു പാപിക്ക് രക്ഷപ്പെടാൻ എളുപ്പം, പക്ഷെ നിരീശ്വരവാദിക്ക് പാടാൻ അവൻ കുടുക്കിൽ കിടക്കുകയാണ്. ഭയങ്കര അതായത് എപ്പോഴും നമ്മുടെ ഈശ്വര വിശ്വാസത്തിൽ കുഞ്ഞുങ്ങളെ വളർത്തണമെന്ന് പറഞ്ഞത് വലിയ ദൈവാനുഗ്രഹമാണത്. നിങ്ങളുടെ മക്കൾക്ക് വേറെ എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങൾക്ക് തിരുത്താം. പക്ഷേ നിരീശ്വരവാദത്തിൽ വീണ് പോയാലുള്ള പ്രശ്നം അവന് കുടുക്കിൽ കിടക്കുകയാണ്. അവൻ മറ്റുള്ളവരോടെല്ലാം അത് കെട്ടിപ്പൊഴിച്ചിട്ടുണ്ട് നിരീശ്വരവാദം. അത് കാരണം അവരുടെ മുമ്പിലൊക്കെ ഇവന് ഇനി താഴാൻ പറ്റത്തില്ല. അവൻ അതുകൊണ്ട് നിരീശ്വരവാദിയായിട്ട് തന്നെ നിന്ന് മരിച്ചു പോകും. എന്തൊരു ഗതികേടാണെന്നറിയാമോ? ഭയങ്കര ഗതികേടാണ്. പക്ഷെ ചിലർക്ക് ഈ വീട്ടുകാരുടെ അമ്മയും അപ്പനും ഒക്കെ ജീവിച്ചിരിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. കാര്യത്തിൽ നമ്മൾക്ക് ഉത്തരവാദിത്വത്തോടെ പ്രാർത്ഥിക്കാനുള്ള ആൾക്കാരാണ് ഈ അമ്മ, അപ്പൻ, ഭാര്യ ഭയങ്കര സംഭവമാണ്. പല ഭർത്താക്കന്മാരും ജീവിച്ചിരിക്കുന്നത് തന്നെ ഭാര്യമാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. ശരിക്കും അമ്മയുടെ ഭാര്യയും വേണ്ട ചില സമയത്ത് ഒരേ പങ്കാളിത്തമാണ് ഈ ഒരാളെ വീണുപോയി രക്ഷപ്പെടുത്താനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ
നിങ്ങളെപ്പോഴും മനുഷ്യർ അവരിൽ നിന്ന് കിട്ടുന്ന ജോലിയോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന പണമൊക്കെയാണ് ആൾക്കാർ പ്രാധാന്യം കൊടുക്കുന്നത്. ശരിക്കും അതല്ല. നമ്മുടെ വിശ്വാസത്തിൽ നമ്മളെ വിശുദ്ധിയിൽ നിലനിർത്താൻ വേണ്ടി നമുക്ക് വേണ്ടി ഫസ്റ്റ് ഹാൻഡായിട്ട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് ഭർത്താവ്, ഭാര്യ, അമ്മ എന്നൊക്കെ പറയണത്. അപ്പം അതിനൊക്കെ നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. അവർക്ക് വല്ലതും ചത്തൊടുങ്ങി കിടന്നിട്ട് അല്ലെങ്കിൽ അവർക്ക് തളർന്ന് കിടന്നിട്ട് കിടന്നിട്ട് കരഞ്ഞു കൂപ്പി നിലവിളിക്കണമല്ല. ഭാര്യയും ഭർത്താവൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ അവരെ തന്നതിന് നമ്മൾ ദൈവത്തോട് നന്ദി പറയണം. മക്കളെ തന്നതിന് ഇപ്പം നമ്മൾ ഈ മക്കളെ കൊണ്ട് ചില ആൾക്കാർക്ക് ഉപകാരമില്ലാത്ത എന്തുകൊണ്ടാണ്? ദൈവത്തിന് ഉപകാരമില്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾക്കൊരു കുഞ്ഞിനെ കിട്ടി, അതായത് നിങ്ങൾക്ക് 5 കുഞ്ഞുങ്ങളാണെന്ന് പറ്റുമെന്ന് വിചാരിച്ചോ. അപ്പം അങ്ങനെ അല്ലെങ്കിൽ 4 കുഞ്ഞുങ്ങളോ 3 കുഞ്ഞുങ്ങളെ കിട്ടി. നിങ്ങളെ ആ അമ്മമാർ എപ്പോഴും ദൈവതിരുസന്നിധിയിൽ ആരെല്ലാം മറന്നുപോയാലും നിങ്ങൾ മറക്കാതെ ദൈവത്തിന് നന്ദി പറയണം. കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം അവർ മയക്കുമരുന്നിന്, കഞ്ചാവിന്, അല്ലാത്ത തന്നെ അവിഹിതമായ കാര്യങ്ങളൊക്കെ പോകാതിരിക്കാനുള്ള ഏറ്റവും നല്ല പ്രൊട്ടക്ഷൻ എന്ന് പറയണത് അവരെ ഓർത്ത് നന്ദി പറയണതാണ് ദൈവത്തോട്. നിങ്ങൾ നന്ദിയല്ല പറയണത്. നിങ്ങൾ അവരുടെ മാർക്ക് കൂടണേ, അവർക്ക് റാങ്ക് കിട്ടണേ, അവരുടെ വിസ പാസ്സാകണേ, അങ്ങനെയാണ് നിങ്ങൾ ദൈവത്തോട് പറയണത്. ദൈവത്തിന് അതിൻ്റെ അകത്ത് വലിയ റോളൊന്നുമില്ല. എൻ്റെ മക്കളെ എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ കണ്ടൻറ്റ് മാറ്റിവെച്ച് വേണം പ്രാർത്ഥിക്കാൻ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഓരോ സബ്ജക്റ്റിലും ദൈവത്തിന് എന്തെങ്കിലും ഷെയർ ഉണ്ടാകണം. അച്ഛൻ പറഞ്ഞ മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയത്തിനും അതിനകത്ത് ദൈവത്തിൻ്റെ ഷെയർ ഗ്യാരണ്ടി ചെയ്യണം. ഇത് 100 നിങ്ങളുടെ കാര്യമാണ് ഗ്യാരണ്ടി ചെയ്യണത്. അതുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് പലപ്പോൾ ഉത്തരം കിട്ടാതെ താമസിച്ച് പോണത്. നിങ്ങൾ ദൈവത്തിൻ്റെ ഷെയർ, ഇപ്പം നിങ്ങളുടെ മകൻ അവൻ വിശുദ്ധി ജീവിക്കാൻ, മകൾ വിശുദ്ധി ജീവിക്കാൻ എന്ത് ചെയ്യണം? അവരുടെ വിദ്യാഭ്യാസവും ആരോഗ്യമാണ് നിങ്ങൾ നോക്കുന്നത്. പക്ഷെ നോക്കേണ്ടത് ദൈവത്തിരുസന്നിധിയിൽ നിന്ന് അവൻ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി അവൻ ഓർത്തു. അപ്പം നിങ്ങൾ പ്രാർത്ഥിക്കണം, അത് നിങ്ങൾ യാചന പ്രാർത്ഥനയാണ് നടത്തുന്നത്. അതും പറ്റത്തില്ല. അത്രയ്ക്കേറെ ഫ്രൂട്ട് വർത്തിയല്ലത്. നിങ്ങൾ ചെയ്യേണ്ടത് ദൈവത്തോട് നമുക്ക് ആദ്യം ഉണ്ടാകുന്ന മൗലിക വികാരം നന്ദിയാണ്. ഭർത്താവിനെ തന്നതിന് നന്ദി. ഇപ്പം നമുക്ക് നിങ്ങൾ മറ്റ് ഭർത്താക്കന്മാരെ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾ ഇടിച്ച് കാണുന്നത്. മനസ്സിലായോ? ഇപ്പോൾ ചേച്ചിയുടെ ഭർത്താവ് അല്ലെങ്കിൽ അനിയത്തിയുടെ ഭർത്താവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ ബൊമ്മകളെ ഇങ്ങനെ കണ്ടിട്ട് നിങ്ങളുടെ ഭർത്താവിനെ ഇവാലുവേറ്റ് ചെയ്യും. അത് പൊട്ടിപ്പെണ്ണുങ്ങളുടെ മെയിൻ അസുഖമാണത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ ചെയ്തൊരിക്കലും ഈ സന്തുഷ്ടി എന്നും പറഞ്ഞൊരു സംഭവമുണ്ട്, കൃപയുമായി ബന്ധപ്പെട്ട് പോണതാണ്. കല്യാണം കഴിച്ച ആൾക്കാർ ഇപ്പോൾ എൻ്റെ പൗരോഹിത്യത്തിൽ എനിക്കുള്ളത് എന്താണ്? സന്തുഷ്ടിയാണ്. 40-ാം കൊല്ലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സന്തുഷ്ടിയാണ്. എന്നാൽ ആവശ്യത്തിന് പല രോഗങ്ങളുണ്ട്. എന്നാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നൊരു കാലഘട്ടമാണിത്. എൻ്റെ ഒരു 25 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ 25 കൊല്ലത്തോളം നല്ല ശരിക്കും അത് ഇപ്പോഴെല്ലാം വഴികളെക്കുറിച്ചെല്ലാം കർത്താവ് ഇപ്പോഴല്ലേ വ്യക്തത തന്നിരിക്കണം. പണ്ട് ഞാൻ പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഒത്തിരിയേറെ രാത്രിയും പകരം പ്രവർത്തിച്ച് കൂട്ടുകയായിരുന്നു. ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് പ്രവർത്തനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതിനെക്കുറിച്ച് എനിക്ക് വ്യക്തത കിട്ടിയിരിക്കുന്നൊരു കാലമാണ്. അതുകൊണ്ട് ആത്മാക്കൾ വീണ്ടെടുക്കുന്നു, സുവിശേഷം പ്രചരിക്കപ്പെടുന്നു, ജനങ്ങൾ സുവിശേഷ സാക്ഷികളാകുന്നു. ഇപ്പം നമുക്കറിയാം വളരെ കറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇപ്പം നടക്കുന്നത്. അതുകൊണ്ട് സന്തുഷ്ടിയാണ്. തന്നെ ആധ്യാത്മിക ജീവിതത്തിലെ സന്തുഷ്ടി എന്ന് പറയണത്, അതായത് നിങ്ങൾ കൃപയെന്ന് പറയണില്ലേ? ഇപ്പം കർത്താവ് പറഞ്ഞില്ലേ, അതിനുള്ള കൃപ ലഭിക്കാതെ ആർക്കും ഈ ഉപദേശം സ്വീകരിക്കുക. നമ്മളെ ടേക്ക് ദ വേർഡ് ഫോർ ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന. മത്തായി 19:11 അവൻ പറഞ്ഞു കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പല കാര്യങ്ങളും ഗ്രഹിക്കാൻ നമുക്ക് ചിലത് ബൈബിളിൽ ഒരു മുമ്പോട്ട് പോകുമ്പോഴാണ് പ്രശ്നം. ജീവിതത്തിൽ ചില കാര്യങ്ങളെ പ്രശ്നങ്ങളായി വരുന്നത് അത് ഗ്രഹിക്കാൻ നമുക്ക് പറ്റാത്തത് കൊണ്ടാണ്. മനസ്സിലായില്ലേ? ചില പ്രശ്നങ്ങളായി വരണത് അതിൻ്റെ അകത്തുള്ള ദൈവഹിതം ഗ്രഹിക്കാൻ നമുക്ക് അഭിഷേകമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പ്രശ്നം എന്താ? പ്രശ്നം അഭിഷേകം ഇല്ലാത്തതാണ്.
ഗോട്ട് മീ? മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ പറ്റാതെ വരണത്. അപ്പോൾ ഇത് പറയാൻ കാര്യം എന്നറിയാമോ? മത്തായി 19:10 കണ്ടില്ലേ? എന്താ പറയണത്? ശിഷ്യന്മാർ അവനോട് പറഞ്ഞു. ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഭാര്യാഭർത്തൃബന്ധം ഇത്തരത്തിലുള്ളതാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. അപ്പൊ ഇവരെന്ത് വിചാരിച്ചു? ഒരു കാര്യം പ്രശ്നമാണെങ്കിലേ അത് ചെയ്യാതിരിക്കണതല്ലേ നല്ലതെന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ ഒരു സമീപനം. അത് ഹെൽത്തി ആയിട്ടുള്ളൊരു സമീപനമല്ല. ഒരു കാര്യം നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിലേ അത് ചെയ്യാതിരിക്കണതല്ലേ നല്ലതെന്നുള്ളതാണ് അപ്പോസ്തലന്മാരുടെ നടപടി. അപ്പോൾ ഈശോ പറഞ്ഞു അങ്ങനെ ചെയ്യാതിരിക്കണമല്ല, ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. പക്ഷെ എന്ത് ചെയ്യണം? അതിനുള്ള അഡീഷണൽ ഗ്രേസ് വാങ്ങിച്ചാൽ മതിയെന്നാണ്. അതാണ് ഈശോ 19:11 പറയുന്നത്. ഈശോ പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ വിഷയം എന്താണ്? അപ്പോൾ പ്രശ്നമല്ല പ്രശ്നം, കൃപയാണ് പ്രശ്നം. ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്തിരിക്കുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ പറയും ജോലി ലഭിക്കാനാണ്, വീട് കിട്ടാനാണ് എന്നൊക്കെ പറയും. ഇതൊക്കെ പറഞ്ഞോ? അതിന് ദൈവം ഒരു സമയം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുവരെയുള്ള സമയം നിങ്ങൾക്ക് ജീവിക്കണ്ടേ അല്ലേ? അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഇപ്പോൾ വിസ പ്രോസസ്സിങ്, ഓക്കെ, നിങ്ങൾക്ക് പറ്റുന്നൊരു സമയത്തെക്കുറിച്ച് ദൈവത്തിനൊരു കാഴ്ചപ്പാടുണ്ട്. നിങ്ങൾക്ക് അവിടുത്തെ രാജ്യത്തിൽ വരാൻ പോണ നിയമത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. നിങ്ങൾ വിസയും പ്രോസസ്സ് ചെയ്ത് അവിടെ ചെല്ലുമ്പോൾ പുതിയൊരു നിയമം വന്നെങ്കിൽ കൊടുത്ത കാശും പോവും, എല്ലാം പോവും, തിരിച്ചു പോരേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് കർത്താവിന് ഭൂതവും ഭാവിയും എല്ലാം അറിയാവുന്ന കാരണം നിങ്ങളുടെ ഒരു നന്മയുടെ ഒരു കാലഘട്ടം കർത്താവിന് അറിയാം. പക്ഷെ നിങ്ങൾക്ക് ആ കാലം അറിയാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ, ഞാൻ ഉടമ്പടി എടുത്തല്ലോ, എന്നിട്ട് നടന്നില്ലോ, താമസിച്ചല്ലോ, ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അങ്കലാപ്പ് കൊള്ളും. ഈ അങ്കലാപ്പിൻ്റെ പാക്കേജാണ് കൃപയിൽ വരണത്. കർത്താവിൻ്റെ കാലത്തോളം മനസ്സമാധാനത്തോടെയും സന്തുഷ്ടിയോടെ ജീവിക്കാൻ വേണ്ടി ആണ് കൃപ നമുക്ക് തരണത്. അല്ലാതെ അത് കിട്ടാൻ വേണ്ടി മാത്രമല്ല. ഇപ്പം മക്കളുടെ കാര്യം തന്നെ എടുത്തോ, കല്യാണത്തിൻ്റെ കാര്യം തന്നെ എടുത്തോ. അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് മക്കൾ കിട്ടണമെങ്കിൽ ഇപ്പോൾ ചിലർക്ക്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷി ഞാൻ കണ്ടത് എനിക്ക് ഞെട്ടിപ്പോയി. അവർക്ക് 7 കൊല്ലം മക്കളില്ല. 7 കൊല്ലം മക്കളില്ല. അവർ മരുന്ന് നിർത്തി. കാര്യം മരുന്ന് കഴിച്ചിട്ട് കാര്യമില്ലെന്ന് ഡോക്ടർമാർ തന്നെ പറഞ്ഞു. ഇപ്പോൾ ജനറ്റിക്കൽ ട്രബിളാണ്. പക്ഷേ ജനറ്റിക്കൽ ട്രബിൾ എന്ന് പറഞ്ഞാൽ ഉടമ്പടിയിലാണെന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഉടമ്പടി നമ്മുടെ മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, ബട്ട് ബൈ ഗ്രേസിലാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ആ ആഴ്ചത്തെ നമ്മൾ പ്രഗ്നൻ്റ് ആകുകയും ജനിച്ചപ്പോൾ 3 കുഞ്ഞുങ്ങളാണ് ജനിച്ചിരിക്കുന്നത്. 7 കൊല്ലത്ത് മുഴുവനും തന്നിരിക്കുകയാണ്. 7 കൊല്ലം കൊണ്ട് 3 കുഞ്ഞുങ്ങൾ ജനിക്കാവുന്നതാണ് സാധ്യത അല്ലേ? ഒരു 3 കുഞ്ഞുങ്ങൾ ജനിപ്പിക്കണമെങ്കിൽ 7 കൊല്ലം വേണ്ടേ? അപ്പോൾ ആ 7 കൊല്ലം കൂടി കർത്താവ് ഒറ്റത്തവണ തീർപ്പാക്കിയിരിക്കുകയാണ്. ആ പാർട്ടിക്കാരന് ആ ബോധമൊന്നും ഇല്ലാതെ സാക്ഷ്യം പറയണത്. ദൈവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 ആശുപത്രി കഷ്ടപ്പാട് 3 കൊല്ലം ചുവന്നുകൊണ്ട് നടക്കുന്നത്, 3 പ്രാവശ്യമായിട്ട് ചുവന്നുകൊണ്ട് നടക്കുന്നത് കർത്താവ് കുറച്ച് ഷോർട്ട് ചെയ്ത്, ടൈം മാത്രമല്ല ഷോർട്ട് ചെയ്തിരിക്കണത്, കഷ്ടപ്പാടും ഷോർട്ട് ചെയ്തിരിക്കുകയാണ്. അവിടെ ടൈം മാത്രമല്ല ഷോർട്ട് ചെയ്തിരിക്കണത്. കാര്യം ഇത് ഈ 10 മാസം ചുവന്നുകൊണ്ട് നടക്കണ്ടേ? അങ്ങനെ 3 തവണ ചുവന്നുകൊണ്ട് നടന്നല്ലേ 3 കുഞ്ഞുങ്ങളെ പ്രസവിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ എല്ലാം കൂടി ഒറ്റത്തവണ തീർപ്പാക്കി. അപ്പോൾ ദൈവത്തിന് വേണമെങ്കിൽ എന്തും ചെയ്യാൻ പറ്റും. നമ്മുടെ മുമ്പിലെ കാണിക്കുന്ന സാക്ഷ്യമാണത്. വെച്ചാൽ ആ സാക്ഷ്യം അവർക്ക് മാത്രമുള്ളതല്ല, നമുക്കെല്ലാം ഉള്ള സാക്ഷ്യമാണ്. അപ്പോൾ ഇത്രയും നാൾ ജോലി കിട്ടാതിരുന്നതിന് ശേഷം നിനക്ക് കർത്താവ് ഒരു ജോലി തരുമ്പോൾ ആ കഴിഞ്ഞ കാലത്തുള്ള അരിയറെല്ലാം കവർ ചെയ്തായിരിക്കും ചിലപ്പോൾ തരണത്. കഴിഞ്ഞ കാലത്ത് അരിയറെല്ലാം കവർ ചെയ്തായിരിക്കും തരണത്. പക്ഷേ ഇനിയിപ്പോൾ നീ ഉടമ്പടി എടുത്തതിന് ശേഷം ജോലി കിട്ടാൻ വേണ്ടി കുറച്ച് കാലം കൂടി കാത്ത്, കല്യാണം കഴിക്കാൻ വേണ്ടി കുറച്ച് കാലം കൂടി കാത്ത്, കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടി കുറച്ച് കാലം കൂടി കാത്തെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ വസ്തുവിന് വഴിയില്ല, അതിനു വേണ്ടി കുറച്ച് കാലം കൂടി കാത്ത്. ഒരു പ്രശ്നം വരാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഉടമ്പടി എടുക്കണ മുമ്പ് നിനക്ക് ഈ കാലതാമസം കാരണം കല്യാണം വെക്കണില്ലല്ലോ, വസ്തു വെക്കാൻ പറ്റണില്ലല്ലോ, വീട് വെക്കാൻ പറ്റണില്ലല്ലോ, കുഞ്ഞുങ്ങൾ ഉണ്ടാകണില്ലല്ലോ എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സങ്കടവും ഒരു ഉത്കണ്ഠയും ഒരു നിരാശയും ഒരു വിഷമവും ഒക്കെ ഉടമ്പടി എടുക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൂടി കവർ ചെയ്യണം. ഇതിൻ്റെ അകത്ത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ ഇനി കർത്താവ് ഏതെങ്കിലും ടൈമിൽ നിനക്ക് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ കർത്താവ് സംഭവം ചെയ്യും. നിന്റെ വിസ പ്രോസസ് ചെയ്യുകയോ കല്യാണം ഫിക്സ് ചെയ്യുകയോ അതുപോലെ തന്നെ ഇത് ജോലി ഫിക്സ് ചെയ്യുകയോ ചെയ്യും. പക്ഷേ എന്താ പ്രശ്നം വെച്ചാൽ നിൻ്റെ വൈകാരിക ലെവല് ഒരു അവിശ്വാസിയുടെ ലെവലാണ്. പറഞ്ഞ മനസ്സിലായി. ഇപ്പം ഞാൻ കല്യാണം ഒത്തുവരാത്ത ആൾക്കാരിവിടെ വരത്തില്ലേ?
ഉടമ്പടി ഞാൻ ഉടമ്പടി 3 പുതുക്കി വെച്ചാൽ കല്യാണം ഒത്തുവരാമെന്ന് പറയുമ്പോൾ അവരുടെ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ അളിഞ്ഞ മോന്തയായിട്ടാണ് എന്നോട് പറയണതേ. ഷീസ് നോട്ട് അനോയിൻറ്റഡ്. സന്തുഷ്ടിയില്ല അവർക്ക്. ഉടമ്പടി എന്ന് പറയണത് ആ മെറ്റീരിയൽ ബെനിഫിറ്റ്സിന് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അത് ഫിസിക്കലായിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ടുള്ള ഒരു ബെനഫിറ്റ്സ്, അതിൻ്റെ ഒരു ആനുകൂല്യമാണ്. പക്ഷേ നീ ആ മെറ്റീരിയൽ ബെനിഫിറ്റ്സിലേക്ക് എത്തിച്ചേരുന്ന വരെയുള്ള കാലത്ത് നിൻ്റെ മാനസിക നിലവാരവും വൈകാരിക ചുറ്റുപാടുകൾക്കും വാട്ട് യു നീഡ് ഇറ്റ്, ദാറ്റ് ഇസ് സന്തുഷ്ടി എന്ന് പറയും. സന്തുഷ്ടി അത് കൃപയുടെ ഇഫക്ട്സാണ്. പഴയ ബൈബിളിൽ അവർ കൃപയെന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് പുതിയ ബൈബിളിൽ കൃപയ്ക്ക് പകരം കൃപയുടെ ഇഫക്ട്സിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് സന്തുഷ്ടി എന്നാണ് പറയണത്. ഇപ്പോൾ ഉടമ്പടി എടുക്കണത് എന്തിനാണ്? നമ്മൾ സന്തുഷ്ടിക്ക് വേണ്ടിയാണ്. കിട്ടാതിരിക്കുന്ന കാലത്തും കിട്ടിയതുപോലുള്ള സംതൃപ്തി, അതാണ് കൃപയുടെ ഇഫക്റ്റ് എന്ന് പറയണത്. അനുഗ്രഹം എന്ന് പറഞ്ഞാൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ അനുഭവം കിട്ടത്തുള്ളൂ. ഉടമ്പടി എന്ന് പറയുമ്പോൾ കിട്ടാതിരിക്കുന്ന കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന മേഖലകളിലെല്ലാം സന്തുഷ്ടി. നിങ്ങൾ സിസ്റ്ററെ ഇത് വായിച്ചേ, 11:10 വായിച്ചേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. സക്കറിയ 11:10. സക്കറിയ 11:10. ഞാൻ കൃപ എന്ന വടി എടുത്തൊടിച്ചു. പുതിയ ബൈബിള് അല്ലെ, ഇപ്പോൾ പുതിയ തർജ്ജിമ വന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തർജ്ജിമ എന്ന് പറഞ്ഞാൽ പഴയ തെറ്റാണെന്നല്ല എൻ്റെ അടുത്താണ്. അതായത് ഇപ്പോൾ വന്നിരിക്കുന്ന തർജ്ജിമ തനി ഗ്രീക്കിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്ലേഷനാണ്. പഴയത് ഹീബ്രു എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കുറച്ചുകൂടി ആ മൂലാർത്ഥത്തോട് സാധർമ്യം ചിന്തിക്കുക. പണ്ട് നമ്മൾ കൃപയെന്ന് വായിച്ചു കേട്ടാ സിസ്റ്റർ ജോമൽ സിസ്റ്റർ അത് വായിച്ചേ. ഞാൻ കൃപ എന്ന വടി എടുത്തൊടിച്ചു. അങ്ങനെ സകല ജനതകളുമായി ചെയ്ത എന്റെ ഉടമ്പടി ഞാൻ അസാധുവാക്കി. അപ്പൊ എന്റെ പുതിയ തർജ്ജിമ കിടക്കുന്നത് എന്താണെന്നറിയാവോ? ഞാൻ സന്തുഷ്ടി എന്ന വടിയെടുത്ത് ഒടിച്ചെന്നാണ് കിടക്കണത്. കാര്യം ഈ കൃപയുള്ള ആൾക്കാർക്ക് സന്തുഷ്ടി ഉണ്ടാവും. ഇവർക്ക് കൃപ കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് 3 മാസമായിട്ടും 3 വർഷം കടമ്പടി എടുത്തിട്ട് 3 പുതുക്കിയിട്ടും കല്യാണം ഒത്തില്ലെന്ന് അവർ പറയുമ്പോൾ അളിഞ്ഞ മോന്തയായിട്ടാണ് പറയണത്. അതിനർത്ഥം എന്താ? സന്തുഷ്ടിയില്ല അവർക്ക്. സന്തുഷ്ടി എന്ന് പറയുന്നത് ബൈബിളിൽ അഭിഷേകം എന്ന് പറയും. അതിനെയാണ് നമ്മൾ ഈശോ പറഞ്ഞു കണ്ടില്ലേ? നേരത്തെ വായിച്ചത് ഞാൻ വായിച്ചത്, അതിനുള്ള കൃപ ലഭിച്ചവരല്ലാതെ ഉപദേശം സ്വീകരിക്കുന്നില്ല. ഉടമ്പടിയിൽ നമുക്ക് വരുന്ന വിഷയം കൃപയാണ്. കൃപയുടെ ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷമാണ്, സന്തുഷ്ടിയാണ്, തൃപ്തിയാണ്. അപ്പോൾ എപ്പോഴും വിഷയം നോക്കിയാൽ നിങ്ങൾ ജോലി ലഭിക്കുന്നവരെ, രോഗം സുഖമാകുന്നത് വരെ, പറമ്പ് വിൽക്കുന്നത് വരെ, വിസ പ്രോസസ് ചെയ്യുന്നത് വരെ, PR കിട്ടുന്നത് വരെ നിങ്ങൾക്ക് ഇപ്പോഴും ആശങ്കയും അസന്തുഷ്ടിയും ഉണ്ടെങ്കിൽ യു ആർ നോട്ട് ഇൻ ഗ്രേസ്. മനസ്സിലായോ? നിങ്ങൾ കൃപയിലല്ല ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് ഉടമ്പടിക്കാർ എപ്പോഴും അപ്പം നിങ്ങൾ പഴയ നൊവേന ക്രിസ്ത്യാനികളെ പോലെ തന്നെയാണ്. നാട്ടുക്രിസ്ത്യാനിയെ പോലെ തന്നെയാണ്. നാട്ടുക്രിസ്ത്യാനിക്ക് അനുഗ്രഹമില്ല, അവരെക്കുറിച്ച് കൃപയെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. നാട്ടുക്രിസ്ത്യാനിക്ക് എപ്പോഴും ഉള്ളത് അനുഗ്രഹത്തെക്കുറിച്ചും അനുഗ്രഹം എന്നൊക്കെ അവർ പറയത്തുള്ളൂ. നമ്മളെ ഉടമ്പടി അതല്ല പ്രശ്നം. ഉടമ്പടി എന്ന് പറയുന്നത് എന്താണ്? കൃപയാണ്. കൃപയുടെ ഇഫക്റ്റ് എന്താണ്? സന്തുഷ്ടിയാണ്. അത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും കിട്ടിയതുപോലുള്ള സംതൃപ്തിയാണ്. കിട്ടിയില്ലെങ്കിലും കിട്ടിയതുപോലെയുള്ള സംതൃപ്തിയാണ്. ഇതിനൊരു ആന്തരിക അഭിഷേകമെന്ന് നമ്മൾ പൊതുവെ പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, അനുഗ്രഹകാലം വരെ സക്കറിയ 11:10 പ്രാർത്ഥിക്കുന്നു. സന്തുഷ്ടിയോടെ ജീവിക്കുവാൻ ഞങ്ങൾക്ക് പ്രത്യേക അനുഗ്രഹം നൽകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.